നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് സത്യം പറഞ്ഞാൽ ഉറക്കവുമില്ല, ബഹളം. കുഞ്ഞ് വന്നതിൻ്റെ അല്ല ഇത്. വസ്ത്രയിൽ കളക്ഷൻസ് വന്നതുകൊണ്ട് എനിക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നും ഓർഡേഴ്സ് എടുക്കും, രാവിലെ പോവും, കൊറിയർ ചെയ്യും. അതിനിടയ്ക്ക് പലതും മിസ്സിങ് ആവുന്നുണ്ട്. ദയവേദി വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ട് ഒരു 5 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ല എങ്കിൽ എനിക്ക് വസ്ത്രയുടെ നമ്പറിൽ ഒന്നുകൂടെ മെസ്സേജ് ഇട്ടുണ്ട്. ഞാൻ ഇനി ഏതെങ്കിലും മിസ്സായോ എന്ന് പോലും അറിയത്തില്ല. അവിടെ ആണെങ്കിൽ കറക്റ്റ് ഞാൻ ഓർഡർ വരുമ്പോൾ മാറ്റി വെക്കുക. ഇത് ഓർഡർ വന്നത് ഞാൻ സേവ് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ചെന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും സേവ് ചെയ്യാനോ എന്തെങ്കിലും വിട്ടുപോയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും 5 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ല എങ്കിൽ എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കാം. അതായത് നിങ്ങൾ ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം തന്നെ ആ സ്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക, എന്തായി എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓട്ടത്തോട് ഓട്ടം. ഓൾമോസ്റ്റ് കളക്ഷൻസൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി കുറച്ചുകൂടെ വീഡിയോസ് ഇടുമ്പോൾ കുറച്ചുകൂടെ സാരീസൊക്കെ ഇനി ഇപ്പോൾ വന്നതിൽ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അതല്ലാതെ വീഡിയോസ് ഇടുമ്പോഴാണ് കൂടുതൽ സെയിലാവുന്നത്. അതിനുള്ള നേരമൊന്നുമില്ല. എന്തായാലും ഒന്ന് തിങ്കളാഴ്ച വരെ ഞാൻ കുറച്ച് ബിസിയാണ്. അത് കഴിയുമ്പോൾ ഞാനൊന്ന് അവിടെ തിരുമല പോയി സാരീസൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. ഇപ്പോൾ രാവിലെ ഞാൻ വീണ്ടും തിരുമല പോവുകയാണ്. ഇന്ന് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് രാവിലെ തിരുമല പോവുകയാണ്. പോയി കൊറിയറെല്ലാം അയച്ചിട്ട് വീണ്ടും വരും. വന്നിട്ട് വീണ്ടും പോവേണ്ട ആവശ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ഫുൾ തിരക്കാണ്. അപ്പോൾ എന്തായാലും തിരുമല വീട്ടിൽ പോവാം. വീണ്ടും ഞാൻ വന്നിട്ട് ഇനി വീണ്ടും തിരുമല പോവുകയാണ്. നമ്മൾ ചീമയുടെ കുഞ്ഞിയുടെ നൂലുകെട്ട് ഇവിടെ വീട്ടിൽ വെച്ച് നടത്തുന്നില്ല. കാരണം അതിനുള്ള സ്ഥല സൗകര്യം കുറവാണ്. ഇപ്പോൾ 7-ാം മാസം 5-ാം മാസം പോലെയല്ലോ നൂലുകെട്ട് ചടങ്ങാകുമ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഹോട്ടലിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ തിരുമല സിറ്റി പാലസിൽ വെച്ച് നടത്താനാണ് പ്ലാൻ. കാരണം എല്ലാവർക്കും ഒക്കെ എത്താൻ അടുത്തായത് അവിടെ ആയതുകൊണ്ട് അവിടെ ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഒന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അച്ഛനും ഞാനും കൂടി പോവാണ്. എനിക്കറിയില്ല, എൻ്റെ അമ്മ എന്തൊരു തിരക്കാണെന്ന്. സത്യം പറഞ്ഞ കമൻസ് റീഡ് ചെയ്ത് ഒരു ലൈക്ക് തരാൻ പോലുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ 2-3 വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒട്ടും കമൻസ് ഒന്നും റീഡ് ചെയ്തിട്ട് പോലുമില്ല. അതിന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കാനുള്ള സമയം കിട്ടുന്നില്ല. കുഞ്ഞിൻ്റെ കാര്യമല്ല, ഈ വസ്ത്രയുടെ കാര്യവും അവിടെ നിന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഒട്ടും സമയം ഇവിടെ പോകണു, ഇവിടെ വരുന്നു, കൊറിയർ അയക്കുന്നു, വീണ്ടും പോകുന്നു, കൊറിയർ വരുന്ന ഓർഡേഴ്സ് ക്ലിയർ ചെയ്യുന്നു. ഈ സോൾഡ് ഔട്ടായ സാധനം ചിലർ ചോദിക്കുമ്പോൾ ഉണ്ടോ എന്ന് നോക്കണം. അതൊക്കെ ആകെ കൂടിയ ഭ്രാന്തരത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സിറ്റി പാലസിൽ പോയി ഒന്ന് സംസാരിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ ഇതേ നമ്മൾ തിരുമലയുള്ള സിറ്റി പാലസിൽ വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടത്താൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒച്ച കേൾക്കുന്നുണ്ടാവും, കുഞ്ഞിനെ കളിപ്പിക്കുന്ന ബഹളം കേട്ടോ. ഞാനിതെങ്ങനെയൊക്കെ നോക്കിയിട്ട് ശബ്ദം കുറയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ സിറ്റി പാലസിലെത്തിയ സമയം സച്ചിനും ദേ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കുഞ്ഞിയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടോ? കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നമ്മൾ ഒരു ഹോളും ഫുഡ് കഴിക്കുന്ന ഏരിയയൊക്കെ നോക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞ പോലെ അച്ഛന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം മാക്സിമം നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ളൊരിതുണ്ട്. അതുകൊണ്ടാണ് വീട്ടിൽ ആ ഒരു കുഞ്ഞ് സെറ്റപ്പ് വേണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയത് കേട്ടോ. സിറ്റി പാലസിലേക്ക് വെച്ച് ചെയ്യാമെന്നൊരു തീരുമാനം എടുത്തത്. ചിമ്മയുടെ എൻഗേജ്മെൻറ്റ് ഇതുപോലെ നമ്മൾ ഹൊറൈസൺ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്ക് വീട്ടിൽ അത്രക്കുള്ള സൗകര്യമുള്ളൂ. അതുകൊണ്ട് മുറ്റം പോലും വളരെ കുറവാണ്. അപ്പോൾ കുറച്ച് പേര് വന്നാൽ നിൽക്കാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് സിറ്റി പാലസ് അങ്ങ് ഫിക്സ് ചെയ്തത്. ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞ് കരയുന്നതും അമ്മ കളിപ്പിക്കുന്നതും ഒക്കെ നല്ല കാര്യമായിട്ട് കേൾക്കാമല്ലേ. സോറി കേട്ടോ, കുഞ്ഞുള്ള വീടല്ലേ, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ശരി, നമ്മളെന്താ എന്നിട്ട് സിറ്റി പാലസിലെല്ലാം കയറി അവിടെ എല്ലാം കണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്ത ശേഷം അതായത് ഇവിടെ പേയാടുള്ള രാജാ മെറ്റൽസിൽ വന്നിട്ടുണ്ട്. അമ്മ കുറച്ച് കുക്കറും പാട്ടയും ആക്കറിയൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അതിനെ കൊടുത്തിട്ട് അമ്മയ്ക്ക് എന്നും ആഴ്ചയിൽ കുക്കറും പാത്രവും മാറ്റണം കേട്ടോ. അങ്ങനെ വേറെ പാത്രം വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ രാജാ മെറ്റൽസിൽ വന്ന് ഒരു കുക്കറിന് കൊടുത്തിട്ട് അതേപോലത്തെ വേറൊരു കുക്കർ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതും പിന്നെ ഇതുപോലുള്ള ചട്ടിയും കൂടി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ രാജാ മെറ്റൽസിൽ. അമ്മ 2 കുക്കറും 2-3 പാത്രങ്ങളൊക്കെ തന്നു വിട്ടേ പഴയത്. അത് കൊടുത്തിട്ട് വാങ്ങിച്ചു. എന്നിട്ട് കയ്യിൽ നിന്ന് കുറച്ച് പൈസയും കൂടെ ആയ കേട്ടോ. കുക്കർ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചു. എന്നിട്ട് ബാക്കി സാധനങ്ങളും കൂടി വാങ്ങിച്ചു. എന്നിട്ട് നമ്മളെന്താ നേരെ വീട്ടിലേക്ക് പോയി. വേറെ ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാൻ നോക്കി. എന്നിട്ടൊന്നും നടന്നില്ല. സർബത്ത് കുടിക്കാൻ നോക്കിയപ്പോൾ സർബത്ത് കണ്ടില്ല. കരിക്ക് കുടിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കരിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിർത്തിയില്ല. പിന്നെ നേരെ കണ്ണൂസിൽ വന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിന്നപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട്
ആ ചേച്ചി യൂട്യൂബിലൊക്കെ ഉള്ളതിൽ എൻ്റെ അമ്മ കാണാറുണ്ട്, സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവനെ വീഡിയോയിൽ എടുക്കാൻ നോക്കിയിട്ട് അവൻ ഒരു വിധത്തിൽ വീഡിയോയിൽ വരില്ല. എന്നെ കാണിക്കണ്ട എന്ന് പറഞ്ഞ് അവൻ ഓടിപ്പോയി കേട്ടോ. കണ്ണൂസിൽ ഐസ്ക്രീം വാങ്ങാൻ കയറിയതാണ്. അപ്പോൾ ഇന്നലെ ഏതാണ്ട് ഐസ്ക്രീം വാങ്ങിച്ചത് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ 2 ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു ഫ്രീസറിൽ. എന്നിട്ടാണ് ഇത് വാങ്ങിയത്. അല്ലാതെയും വേറെ ചോക്ലേറ്റും ബട്ടർ സ്കോച്ചും വാനിലയൊക്കെ ഐസ്ക്രീം ഇരിക്കുന്നു. അത് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കണ്ണൂസ് കയറി ഈ വക സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കഴിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കണ്ണൂസിൽ നിന്ന് വാങ്ങിച്ച് കിണ്ണത്തപ്പം ചീമയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു. പിന്നെ അമ്മ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കട്ടെ, കേക്കും വാങ്ങിച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച്. കൊച്ചിന് ആ പാട്ട് പാടി ഉറക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോമഡിയാണ് കേട്ടോ, കോമഡി പാട്ട് ബഹളം. എന്തൊക്കെ പാട്ട് കേൾക്കണമെന്നോ. അങ്ങനെ കണ്ണൂസിൽ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ തീയൽ വെച്ചിരിക്കുക കേട്ടോ. നമ്മുടെ തിരച്ച് തീയൽ, നോക്കൻ്റെ തീയൽ കണ്ട് ആരും കഴിച്ചു പോകുന്നു പറഞ്ഞു. അതിൻ്റെ മുകളിൽ കിടക്കുന്ന എണ്ണ ഒരു ലെയർ ഫുൾ എണ്ണ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി തീയലുള്ളത്. അപ്പോൾ ഇത്രയും എണ്ണ ഒഴിച്ചാൽ ഏത് കറിക്കും രുചി കൂടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ തീയലിൽ എണ്ണയൊക്കെ ഒഴിച്ചാൽ എങ്ങനെ കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന് എണ്ണയൊക്കെയാണ് കൂടുതൽ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് എന്നോട് തർക്കിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ 2 പീസൊക്കെ എടുത്ത് കഴിച്ചു. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലേശം പുളി കൂടിപ്പോയത് തോന്നി, പക്ഷെ അവർക്കാർക്കും പുളി കൂടിയില്ല, എനിക്ക് പുളി കൂടിയതുപോലെ തോന്നി. അങ്ങനെ എല്ലാവരും കൂടി ഇതേ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മോ, എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോരം ഒച്ചപ്പാടാന്ന് നോക്കി കൊച്ചിനെ കളിപ്പിക്കുന്നത്. കുഞ്ഞി വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, എങ്കിലും രാത്രി ഉറക്കമൊക്കെ കുറവ് തന്നെയാണ്. ഇന്നലെ ഒന്നും ഒട്ടും ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു. പകൽ സുഖം ഉറക്കമാണ് കേട്ടോ, അപ്പോൾ രാത്രി ഉറക്കം കുറയും. അപ്പോൾ ഇവർ ഉറങ്ങാൻ സമയം അവൾക്ക് ഉണർന്നിരിക്കും, അവൾ ഉണർന്നിരുന്ന സമയം ഇവർക്ക് ഉറങ്ങാനും പറ്റില്ല, അമ്മയ്ക്കും ചീമയ്ക്കും. അതാണ് പ്രശ്നം. പിന്നെ ചോറും സാധനങ്ങളൊക്കെ കഴിച്ച ശേഷം പഫ്സ് കഴിക്കും കേട്ടോ. എഗ് പഫ്സ് ഞാൻ കണ്ണൂസിൽ നിന്ന് എനിക്ക് മാത്രം പഫ്സ് വാങ്ങി, ഇവർക്ക് ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാത്രം പഫ്സ് വാങ്ങി. ജസ്റ്റ് ആ തെരച്ചക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഒരു പകുതി ചപ്പാത്തിയൊക്കെ എടുത്തിട്ട്. എൻ്റെ അമ്മ എന്തോ ബഹളം, കൊച്ചിനെ കളിപ്പിക്കുന്നത് ഇങ്ങനെയുണ്ടോ ഒരു ബഹളം. സത്യമായിട്ടും വേദ കൊച്ചിൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല കേട്ടോ. അവൾക്ക് കുഞ്ഞിന്ന് പറഞ്ഞ് അങ്ങനെ നടക്കണം. അമ്മ നമ്മൾ പോകണ്ട, ഇവിടെ നിൽക്കുക, അപ്പോൾ കുഞ്ഞി എങ്ങനെ കാണും എന്നൊക്കെ പറഞ്ഞ് വേദയ്ക്ക് ഭയങ്കര വിഷമാട്ടോ പോകണം ആരും ആലോചിക്കുമ്പോൾ. ഇന്നലെ അമ്പലത്തിലെ ഉത്സവം നടക്കുക കേട്ടോ, താഴത്തെ അമ്പലത്തിൽ. അപ്പം നമ്മുടെ വകയായിരുന്നു ഇന്നലെ പൂജ. ഇന്നലെ കൊണ്ടുവന്ന പ്രസാദം എനിക്കിപ്പോഴാണ് കഴിക്കാനുള്ള സമയം കിട്ടിയത്. ലഡു. എല്ലാവരും സുഖം ഉറക്കമായിരുന്നു. എല്ലാവരും കൂടി തറയിൽ കിടന്നു. ചീമ മോളിൽ ചീമയും കൊച്ചും, ബാക്കി എല്ലാവരും കൂടെ. ഞാൻ ഉറങ്ങില്ല, വേദയും ഉറങ്ങില്ല, അച്ഛനും അമ്മയും. അതാണ് എല്ലാവരും ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോഴാണ് നാളെ മുതൽ ചീമയ്ക്ക് വേദ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ആയുർവേദ പാക്കേജായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ വന്നാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ പാലാഴി, ഞാൻ മുന്നേ കർക്കിടക ചികിത്സ ചെയ്തത് നമ്മുടെ സ്ഥിരം വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം. അവിടെയാണ് അവർ തന്നെയാണ് വന്ന് നമുക്ക് ചീമയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡോക്ടർ കൺസൾട്ടേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവരിപ്പം വരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. അങ്ങനെ എല്ലാവരും ചാടി എണീറ്റു. ഇപ്പോൾ അവർ വരും, കുഞ്ഞിനെയും കുളിപ്പിക്കും. ചീമയുടെ വേദം കാര്യങ്ങളും എല്ലാം അവർ ഫുൾ ചീമയുടെ കുഞ്ഞിൻ്റെയും കാര്യം രാവിലെ വന്ന് കുളിപ്പിച്ച് റെഡിയാക്കി പോകും കേട്ടോ. അപ്പം വരും, ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ചെയ്യും. പിന്നെ എന്തൊക്കെ ഉണ്ടെന്നനുസരിച്ച് നടുവേദന, അവൾക്ക് സ്കിന്നിനൊക്കെ നല്ല പിഗ്മെൻറ്റേഷനൊക്കെ വന്നു കേട്ടോ. അതിനൊക്കെ ഉള്ള പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാകും കേട്ടോ. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് മാത്രമല്ല, പ്രസവ ശുശ്രൂഷ മാത്രമല്ല, ഡെലിവറിക്ക് മുന്നേ ഉള്ള ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ എന്താ പറയുന്നത്, ഇതൊക്കെ അവരുടെ ഭാഷയിൽ പറയും. അല്ലാതെ കർക്കിടക ചികിത്സ, മറ്റേ ഉഴിച്ചിലും പിടിച്ചിലും അങ്ങനെയൊക്കെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോഴേക്കും എന്തേ പാലാഴിയിൽ നിന്ന് ഡോക്ടറും ടീമും എത്തിയിട്ടുണ്ട്. അപ്പം നാളെ മുതൽ വേദ ചീമയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 14 ദിവസത്തെ വേദമാണ് ചെയ്യുന്നത്. അപ്പോൾ സാധനങ്ങളെല്ലാം ഇന്ന് കൊണ്ടുവയ്ക്കണം. ഡോക്ടർ കൺസൾട്ടേഷനും ഉണ്ട്. ഇതാണ് നമ്മുടെ ഡോക്ടർ കേട്ടോ. അപ്പോൾ പാലാഴി എന്ന് പറയുന്നത് ഒരു ആയുർവേദിക് ഹോസ്പിറ്റലാണ്. ഡോക്ടർ കണ്ണന്താനത്തിൻ്റെ ആണ്. അദ്ദേഹം ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു ഹോസ്പിറ്റലാട്ടോ പാലാഴി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നിറയെ ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും പാലാഴി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ വിജയമോഹിനി മില്ലിലെ പൂജപ്പുര, അതിനടുത്താണ് പാലാഴി ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഞാൻ അവരുടെ ലൊക്കേഷനും ഡീറ്റെയിൽസും നമ്പറും ഒക്കെ കൊടുത്തേക്കാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ കർക്കിടക ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള പരിചയമാണ്. എനിക്ക് അന്നേ അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. ചീമ ക്യാരിങ് ആയപ്പോൾ തന്നെ ഞാൻ പാലാഴിക്ക് മെസ്സേജ് ഇട്ടു, നമുക്ക് ചെയ്യാമോ? അപ്പോൾ അവർ പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അവൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടു, എന്നാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 10 ഡേയ്സ് കഴിഞ്ഞാണ് നോർമൽ ഡെലിവറി എങ്കിൽ, സി സെക്ഷൻ ആണെങ്കിൽ 14-15 ഡേയ്സ് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഉള്ള ഡോക്ടർ ചെക്ക് ചെയ്യാണ്.
വേദകലം, അടുപ്പ് ഉൾപ്പെടെ അവർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അടുപ്പ്, വേദകലം, ഫുൾ വേണ്ട സാധനങ്ങൾ, മറ്റേ കുറുക്കൊക്കെ ഇല്ലേ, കരിപ്പൊട്ടിയിട്ടൊക്കെ നമ്മൾ കുറുക്കി കഴിക്കില്ലേ, അതെല്ലാം പൗഡറാക്കി അതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. A to Z സാധനങ്ങൾ. ഗർഭിണിയായിട്ട് പ്രസവിച്ച് കിടക്കുന്ന കുട്ടിക്ക് കൊടുക്കേണ്ട കഷായം, എല്ലാ സാധനങ്ങളും ഫുൾ സെറ്റോട് കൂടിയാണ് വന്നത്. വേദകലത്തിലിടാനാണെങ്കിൽ ഫുൾ ഔഷധക്കൂട്ടും, മാവിൻ്റെ ഇലയോ എല്ലാം ലൈവായിട്ടുള്ള സാധനങ്ങൾ, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അവരുടെ കലത്തിൽ അവരുടെ അടുപ്പിൽ തന്നെ വയ്ക്കുക കേട്ടോ. ഇലയും എല്ലാ സാധനങ്ങളും ഫ്രഷായിട്ട് കൊണ്ടുവന്ന്, അപ്പം നാളെ വേദ പിടിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നേ വെള്ളം എല്ലാം പിടിച്ച് അടുപ്പത്ത് വെച്ച് സെറ്റാക്കാണ്. പിന്നെ മൺകലം വേണമെങ്കിൽ നമ്മളോട് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. അവർ ഈ കലമാണ് കൊണ്ടുവരുന്നത്. അടുപ്പത്ത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇട്ട് ചെയ്യാം. നമുക്കിപ്പോൾ അങ്ങനെ അടുപ്പൊന്നും ഇട്ടുള്ള സെറ്റപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കലത്തിൽ ഈ അടുപ്പിലിട്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ വയറിൽ കെട്ടുന്ന ബൈൻഡർ, ഇതെല്ലാം അവർ കൊണ്ടുവരും. ഫുൾ സെറ്റപ്പ്, നമ്മളൊന്നും അറിയണ്ട. എല്ലാം സത്യം പറഞ്ഞാൽ എൻ്റെ ഒന്നും സമയത്ത് ഇങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിലുള്ള വേദ പിടിക്കുന്നു, ചെറിയ രീതിയിലൊക്കെ കഷായം കുടിക്കുന്നു, തടവുന്നു, എടുക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഫുൾ സെറ്റപ്പോട് കൂടിയാണ് അവർ വന്നതേ. കണ്ടില്ലേ, ഒരു ഫുൾ സെറ്റപ്പായിട്ടാണ് വന്നത്. ഇനി ഞാനൊരു ചായയും കുടിച്ചുകൊണ്ട് പോത്തീസ്, കല്യാൺ സിൽക്സ്, ജയലക്ഷ്മിയൊക്കെ നിരങ്ങി ഇറങ്ങാൻ പോവാണ്. ചീമയ്ക്ക് നൂലേട്ടിന് എടുക്കാനായിട്ട് സാരി നോക്കാൻ പോവാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സാരി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഇല്ല. ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. അത് സംഭവിച്ചത് ഇവർ ഡ്രസ് കോഡ് വച്ചിട്ടുള്ളത് കുഞ്ഞിന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ചീമ അത് കിട്ടുമെന്ന് കരുതി സാധനം വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ അല്ല, അങ്ങനെ റിട്ടേൺ അയച്ചു. പക്ഷേ ആ മെറ്റീരിയൽ ഒരിടത്തും ഇല്ല. സാരിയൊക്കെ സർപ്രൈസായിട്ട് ഇരിക്കട്ടെ, നൂലേട്ടിന് എന്നെ കാണാം. എനിക്കും അമ്മയ്ക്കൊക്കെ ഞാൻ വസ്ത്രയിൽ നിന്ന് സാരി എടുത്തു. ചീമയുടെ മൈൻഡിലൊരു സാധനമുണ്ട്. നമ്മുടെ വസ്ത്രയിൽ നിന്ന് സാരി എടുക്കാൻ നോക്കിയപ്പോൾ അത് ഡീലേഴ്സ് അതിൻ്റെ മേക്കിംഗ് നിർത്തി വെച്ചു എന്ന്. അതുകൊണ്ട് അതില്ല. അപ്പോൾ ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കാൻ വേണ്ടി ഞാൻ പോവാം. അങ്ങനെ ഞാൻ പോത്തീസിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും അച്ഛനൊക്കെ ഷർട്ട് വാങ്ങിക്കണമല്ലോ. ഇനി ഒരിക്കൽ കൂടി പോകണ്ടെന്നിട്ട് ഞാൻ വരണമെങ്കിൽ വരുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് നൂലുകെട്ടിന് ഇടാനായിട്ട് അച്ഛന് ഷർട്ട് വാങ്ങിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ കാറിലാണ് പോയത്. വേദയും കൂടെ കൂട്ടി കേട്ടോ. വേദ ഒട്ടും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അച്ഛന് ഷർട്ട്. പിന്നെ ചീമയ്ക്ക് ഇവിടെ വന്ന് സാരി നോക്കിയപ്പോൾ സാരി കിട്ടിയില്ല. പക്ഷെ നമ്മൾ വേറൊരാളോട്, ഡീലറോട് ഓൾമോസ്റ്റ് ആ ഒരു കറക്റ്റ് ഷെയ്ഡ് വന്നിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ വേരിയേഷനുള്ളൊരു ഷെയ്ഡിലെ സാരി കിട്ടിയിട്ടുണ്ട്. അവരോട് പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു പോത്തീസി കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് കരുതി. പക്ഷേ പോത്തീസി കിട്ടിയില്ല. പിന്നെ അവർക്ക് ഓർഡർ കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് ബ്ലൗസ് എടുക്കുകയാണ്. റെഡിമെയ്ഡ് വേണോ, ബ്ലൗസ് പീസ് വേണോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. അമ്മയ്ക്ക് സാരിയുടെ കൂടെയുള്ള വിത്ത് ബ്ലൗസ് ഇഷ്ടമല്ല. അങ്ങനെ ബ്ലൗസ് പീസ് വാങ്ങി. പിന്നെ അച്ഛന് ഷർട്ട് വാങ്ങുകയാണ്, മുണ്ടും വാങ്ങി. അപ്പോൾ ഇതെല്ലാം സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. നമ്മുടെ നൂലുകെട്ട് ദിവസം നമ്മളെല്ലാവരും തിളങ്ങി വരുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ കാണിക്കുമ്പോൾ ആ ഒരു ഭംഗി പോകുമല്ലോ. അപ്പോൾ എനിക്കും അമ്മയ്ക്കും വസ്ത്രയുടെ സാരിയാണ്. ചീമയ്ക്കും വസ്ത്രയിൽ നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ ഡീലറോട് ചോദിച്ചപ്പോൾ അവിടെ അവർ മാനുഫാക്ചറിങ് നിർത്തി വെച്ചിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ അത് ഏത് സാരിയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ എല്ലാമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിൽ പോയില്ല. അതിനിടയ്ക്ക് അച്ഛന് ചെരുപ്പൊക്കെ വാങ്ങണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ഛനൊരു പ്രത്യേകതയുള്ളത്, അച്ഛന് ഒരു കാര്യവും അച്ഛൻ സ്വന്തമായിട്ട് വാങ്ങില്ല. നമ്മൾ വാങ്ങിക്കൊടുത്താലേ വാങ്ങും. ഇതിപ്പോൾ അച്ഛൻ്റെ കാശിന് അച്ഛൻ തന്നെ വാങ്ങിയതാട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു വിട്ടു, അച്ഛൻ്റെ ചെരുപ്പ് പൊട്ടി തീരാറായിട്ടോ. എന്നാലും അത് പൊട്ടി തീരണത് വരെ അച്ഛട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കുത്തി തച്ച് വിട്ടുകൊണ്ട് കിടക്കും കേട്ടോ. അതാണ് അച്ഛൻ്റെ ഒരു രീതി. വാങ്ങാനില്ലാത്തത് കൊണ്ടല്ല, അച്ഛൻ വാങ്ങത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ചെരുപ്പ് വാങ്ങിച്ചിട്ടേ വരാവൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൂടെ പോയതുകൊണ്ട് എന്തായാലും അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് നമ്മൾ കടയിൽ കയറും. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ബാറ്റയുടെ ഷോറൂമിൽ കയറി ചെരുപ്പ് വാങ്ങുകയാണ്. അച്ഛന് ബാറ്റയിലെ ചെരുപ്പ് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു ചെരുപ്പ്, ഏത് ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്താലും, എത്ര പൈസക്കുള്ള വാങ്ങിച്ചു കൊടുത്താലും അച്ഛൻ ബാറ്റയുടെ ചെരുപ്പ് ഇടത്തുള്ളൂ. അച്ഛന് അതും ബാറ്റയിൽ ചില രീതികളുണ്ട് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, ലെതറിൻ്റെ ആയിരിക്കണം, കാലിടരാൻ പാടില്ല, സോഫ്റ്റ് ആയിരിക്കണം, കുറച്ച് ഹീൽസ് വേണം. ഹീൽസ് എന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റിക്ക് അച്ഛന് പെയിനാണ്. അപ്പോൾ ഉപ്പൂറ്റിയൊക്കെ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഹീൽസ്, പഞ്ഞി പോലത്തെ ഹീൽസ് വേണം. അങ്ങനെ പല ഡിമാൻഡുള്ള ചെരുപ്പുകളാണ് അച്ഛൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ അച്ഛൻ്റെ ഈ ഡിമാൻഡിലുള്ള ഒരു ചെരുപ്പുകളും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഏതെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ബാറ്റ കയറിയത് നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിക്കുകയാണ്. നമുക്കൊക്കെ എന്ത് വേണോ വാങ്ങിത്തരും, വേണമെന്ന് പറഞ്ഞാൽ എന്ത് വേണോ വാങ്ങിത്തരും. വേണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ നൂലിട്ട് കാര്യങ്ങൾക്കല്ല അച്ഛൻ തന്നെ വേറെയൊക്കെയുള്ള ഡ്രസ്സിൻ്റെയൊക്കെ പൈസ, ഞാനിപ്പോൾ എടുത്തതിൻ്റെ, ഞാൻ സാരി എടുത്തു, അതിൻ്റെ കൂടെയുള്ള അണ്ടർസ്കേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തത്, അതിൻ്റെയൊക്കെ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അതൊക്കെ അച്ഛൻ ചെയ്യും. പക്ഷേ അച്ഛനൊരു സാധനം അച്ഛൻ വാങ്ങിക്കത്തില്ല. അമ്മയാണ് എല്ലാം വാങ്ങിച്ച് കൊടുത്താലിടും, അല്ലാതെ വാങ്ങിച്ച് ഇടൽ ഇല്ലേ ഇല്ല.
ഇതിപ്പോൾ എന്താണെന്നറിയില്ല. ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞു, ചെരുപ്പ് വാങ്ങിക്കാൻ കയറാം എന്നിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കൊണ്ട് കയറുമായിരുന്നു. പക്ഷെ ചെരുപ്പ് വാങ്ങിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, കാലിൽ ചെരുപ്പ് അത് അധികം പഴക്കമില്ല, എങ്കിലും എന്തോ ചെരുപ്പ് വാങ്ങി. എനിക്ക് തോന്നുന്നു ആ ചെരുപ്പ് കാലടരുന്നുണ്ടാവും, അതാവും. അങ്ങനെ അച്ഛൻ പറയാണ് ബാറ്റിൽ നിന്ന് ചെരുപ്പ് വാങ്ങിയിട്ട് കയ്യിൽ കൊണ്ടുപോവേണ്ട അവസ്ഥ. കവർ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു 5 രൂപ. അങ്ങനെ ഇപ്പം 5 രൂപ കൊടുക്കേണ്ടെന്ന് കരുതി ഞാനത് കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. നമ്മൾ കാറിലല്ലേ വന്നത്, അതുകൊണ്ട് കൈ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. ടാറ്റാ, ബൈ ബൈ.